ഹായ് എവരി വൺ, വെൽക്കം ടു സ്റ്റഡി ലൂപ്പ്. ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ഇംഗ്ലീഷ് എക്സാമിന് വരുന്ന ഡിസ്കോഴ്സുകളെ പറ്റിയിട്ടാണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാം. ഇമെയിലിൻ്റെ ഫോർമാറ്റാണ് പറയണത്. ഇമെയിൽ എഴുതുമ്പോൾ ആദ്യം നമ്മൾ ഇമെയിൽ പറഞ്ഞിട്ട് എഴുതുമ്പോൾ അണ്ടർലൈൻ ചെയ്യുക, പിന്നെ ഒരു ബോക്സ് വരയ്ക്കുക. ആ ബോക്സിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ എഴുതേണ്ടത്. ഫസ്റ്റ് ടു എന്ന് പറഞ്ഞിട്ട് ഒരു അഡ്രസ്സ് കൊടുക്കണം. ആ അഡ്രസ്സ് നമ്മൾ ആർക്കാണോ എഴുതുന്നത് അയാളുടെ അഡ്രസ്സാണ് വെക്കേണ്ടത്. ഞാൻ ഇപ്പോൾ XYZ എഴുതുന്നത്, അപ്പോൾ അയാളുടെ അഡ്രസ്സാണ് വെക്കുന്നത്. xyz@gmail.com. എന്നിട്ട് CC BCC എഴുതുക. അവിടെ ഒന്നും എഴുതാല്ല, ബ്ലാങ്ക് ആയിട്ട് എടുക്കണം. CC 2 കുത്തിടുക, അതുപോലെ തന്നെ BCC 2 കുത്തിടുക. എന്നിട്ട് സബ്ജക്റ്റ് എന്താണ് നമ്മുടെ സബ്ജക്റ്റ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്കൊരു സബ്ജക്റ്റ് തരും. ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇമെയിൽ അയക്കേണ്ടതെന്നുണ്ടാവും. അപ്പോൾ ആ ടോപ്പിക്ക് അവിടെ എഴുതാം. പിന്നെ സാലുട്ടേഷൻ കൊടുക്കുക, ഡിയർ സാർ ഓർ മാഡം പറഞ്ഞിട്ട് എഴുതാം. പിന്നെ ഈ ഒരു സെൻറ്റൻസ് എഴുതുക. ഏത് ഇമെയിൽ എഴുതുകയാണെങ്കിലും ഈ ഒരു സെൻറ്റൻസ് നിങ്ങൾ എഴുതി വയ്ക്കുക. ഐ സെൻഡ് ദിസ് ഇമെയിൽ ടു ഇൻഫോം എ സീരിയസ് മാറ്റർ പറഞ്ഞിട്ട് ഒരു ഇൻട്രോ കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ആ ഒരു സബ്ജക്റ്റ് ഉണ്ടല്ലോ, ആ സബ്ജക്റ്റിനെ കുറിച്ചിട്ട് 2-3 ലൈൻസ് എഴുതാം. കൂടുതലൊന്നും വേണ്ട, 2-3 ലൈൻസ് മതി. ലാസ്റ്റിൽ ഐ ലുക്ക് ഫോർവേഡ് ടു ഹിയറിംഗ് ഫ്രം യു സൂൺ, അതും മസ്റ്റായിട്ട് നിങ്ങൾ പഠിച്ച് വയ്ക്കുക. ആ ഒരു സെൻറ്റൻസ് എഴുതാം. എന്നിട്ട് സിൻസിയർലി ടു അഡ്രസ്സ് വയ്ക്കുക. ടു അഡ്രസ്സ് ഞാൻ XYZ എന്നാണ് കൊടുത്തത്, അപ്പോൾ ഞാനത് കൊടുത്തു xyz@gmail.com. പിന്നെ ഒരു സ്ഥലപ്പേര്, അത് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. ഞാൻ ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് തൃശ്ശൂർ എന്ന് കൊടുത്തു. അപ്പോൾ ഇത്രയുള്ള ഇമെയിൽ വളരെ സിമ്പിളാണ്, എന്തായാലും പഠിച്ചു പോവുക. 6 മാർക്കാണ് ഇമെയിലിൽ ചോദിക്കാറ്. അടുത്ത ലെറ്റർ റൈറ്റിംഗ് ആണ്. ലെറ്റർ റൈറ്റിംഗ് 2 തരത്തിലുണ്ട്, ഇൻഫോർമലും ഉണ്ട്, ഫോർമലും ഉണ്ട്. ഇൻഫോർമൽ എന്ന് പറയുന്നത് നമ്മൾ ഫ്രണ്ട്സിനൊക്കെ അയക്കുന്നത് നമ്മൾ ഇൻഫോർമൽ എന്ന് പറയുന്നത്. മറ്റേത് ഫോർമലായിട്ട് നമ്മൾ അയക്കുന്ന ലെറ്ററാണ്. അതായത് ലെറ്റർ ടു എഡിറ്റർ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഫോർമൽ ലെറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ലെറ്റർ എഴുതുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു ബോക്സിൽ എഴുതുക. അത് ഇൻഫോർമലായാലും ഫോർമലായാലും ഒരു ബോക്സിലാണ് എഴുതേണ്ടത്. അപ്പോൾ ഇൻഫോർമൽ ആദ്യം എഴുതുന്നത് റൈറ്റേഴ്സിൻ്റെ അഡ്രസ്സാണ്. റൈറ്റേഴ്സ് അഡ്രസ്സ് വിത്തൗട്ട് നെയിം. അഡ്രസ്സ് എഴുതുക, ആളുടെ നെയിം എഴുതേണ്ട, അഡ്രസ്സ് മാത്രം എഴുതുക. പിന്നെ ഡേറ്റ് എഴുതുക. പിന്നെ മൈ ഡിയർ ഫ്രണ്ട്, നമ്മൾ ഫ്രണ്ടിലാണല്ലോ എഴുതുന്നത്, അപ്പോൾ മൈ ഡിയർ ഫ്രണ്ട്. പിന്നെ നമ്മൾ ഫ്രണ്ടിനോട് എന്ത് കാര്യമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അതൊരു 4-5 ലൈൻസിൽ എഴുതുക. ലാസ്റ്റിൽ യുവേഴ്സ് ലവിങ്ലി SD കൊടുക്കുക. നമ്മൾ സൈൻ ചെയ്യേണ്ട, SD എന്ന് മാത്രം എഴുതിയാൽ മതി. നെയിം ഓഫ് ദി റൈറ്റർ. ഓക്കെ. അടുത്ത ഫോർമൽ ലെറ്റർ ആണ്. ഫോർമൽ ലെറ്ററും ഒരു ബോക്സിലാണ് എഴുതേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ ബോക്സ് വരയ്ക്കുക. എന്നിട്ട് റൈറ്റേഴ്സ് അഡ്രസ്സ് വിത്തൗട്ട് നെയിം. റൈറ്ററുടെ അഡ്രസ്സ് എഴുതുക, നെയിം വെക്കേണ്ട, റൈറ്ററിൻ്റെ അഡ്രസ്സ് മാത്രം എഴുതുക. പിന്നെ ഡേറ്റ് എഴുതുക. പിന്നെ റെസിപ്പിയൻറ്റ് അഡ്രസ്സ്, അതായത് ഈ ഒരു ലെറ്റർ കിട്ടുന്ന ആളുടെ അഡ്രസ്സ് എഴുതുക. പിന്നെ സാലുട്ടേഷൻ എഴുതുക, എന്താ ഡിയർ സാർ, ഡിയർ മാഡം, അങ്ങനെ എന്തെങ്കിലും സാലുട്ടേഷൻ എഴുതുക. പിന്നെ സബ്ജക്റ്റ്. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യനിൽ സബ്ജക്റ്റ് തന്നിട്ടുണ്ടായിരിക്കും, അതിനെക്കുറിച്ചിട്ട് എഴുതുക. സബ്ജക്റ്റ് എന്താണ് അത് എഴുതുക. പിന്നെ ദ ബോഡി ഓഫ് ദി ലെറ്റർ. ഇനി നമ്മൾ എഴുതാൻ പറയുന്നത് ഒരു ലെറ്ററിൻ്റെ ബോഡി. അത് എങ്ങനെയൊക്കെയായിരിക്കും? ഇൻട്രൊഡക്ഷൻ ഓഫ് ദ ടോപ്പിക്, ഒരു ടോപ്പിക്കിനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ വേണം. സബ്ജക്റ്റിന് മാറ്റർ, സബ്ജക്റ്റിനെ കുറിച്ചിട്ട് നമ്മൾ പറയണം. റിക്വസ്റ്റ് ആൻഡ് താങ്ക്സ് എക്സ്പ്രഷൻ ചെയ്യണം. ഓക്കെ. അത് കഴിഞ്ഞിട്ട് യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി SD. SD നമ്മൾ സിഗ്നേച്ചർ വേണ്ട, SD എന്ന് മാത്രം എഴുതുക. പിന്നെ റൈറ്റേഴ്സ് നെയിം എഴുതാം. അടുത്ത് ക്യാരക്ടർ സ്കെച്ചാണ്. ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോൾ ഫസ്റ്റിലൊരു ഇൻട്രൊഡക്ഷനാണ് കൊടുക്കേണ്ടത്. ഇതിൽ പാരഗ്രാഫ് തിരിക്കൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, ഒരൊറ്റ പാരഗ്രാഫിൽ തന്നെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും എഴുതി വയ്ക്കാം. അപ്പോൾ ആദ്യം നമ്മൾ നെയിം, ഒരു ക്യാരക്ടറുടെ നെയിം എന്താണെന്ന് വെച്ചാൽ അതെടുത്ത് എഴുതുക. എന്നിട്ട് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ഓഫ് ദ സ്റ്റോറി. ഒരു സ്റ്റോറി ആവാൻ ചിലപ്പോൾ ഒരു പ്ലേയിലായിരിക്കും ഈ ഒരു ക്യാരക്ടർ ഉണ്ടാവുക. അപ്പോൾ ആ ഒരു സ്റ്റോറി അല്ലെങ്കിൽ പ്ലേയുടെ നെയിം എന്താ വെച്ചാൽ അതെടുത്ത് എഴുതുക. റിട്ടൺ ബൈ, ആരാണ് ഇത് എഴുതിയത് വെച്ചാൽ അയാളുടെ നെയിം എഴുതുക. എന്നിട്ട് ഹി ഓർ ഷീ ഈസ് എ വെരി ഡാഷ് ക്യാരക്ടർ. അപ്പോൾ ക്യാരക്ടർ എങ്ങനെയാണ് അത് ആ ക്യാരക്ടർ എഴുതുക. ഹി ഓർ ഷീ ഈസ് എ വെരി, എക്സാമ്പിൾ പറയുന്നത് സെൻസിറ്റീവ് ആണെങ്കിൽ സെൻസിറ്റീവ് പറഞ്ഞിട്ട് എഴുതാം. എന്നിട്ട് ഫിസിക്കൽ അപ്പിയറൻസ്, അയാൾ കാണാൻ എങ്ങനെയാണ് ഇരിക്കുന്നത് വെച്ചാൽ അതെടുത്ത് എഴുതുക. പിന്നെ അവരുടെ ഒരു ബിഹേവിയർ, പിന്നെ ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റീസ്, ഒരു എക്സാമ്പിൾ ഹോണസ്റ്റി ആയിരിക്കും, കൈൻഡ്നെസ് ആയിരിക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റീസ് അതെഴുതുക. പിന്നെ റോൾ ഇൻ ദ സ്റ്റോറി, ആ ഒരു സ്റ്റോറിയിൽ അയാളുടെ റോള് എന്താണെന്ന് വെച്ചാൽ അതെടുത്ത് എഴുതുക. പിന്നെ ഇമ്പാക്റ്റ് ഓൺ അതേഴ്സ്, മറ്റുള്ളവരുടെ ഇമ്പാക്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ അതെഴുതുക. പിന്നെ വൈ ദ ക്യാരക്ടർ ഈസ് മെമ്മറബിൾ, അപ്പോൾ ഈ ഒരു ക്യാരക്ടർ എന്തുകൊണ്ടാണ് ഇത്ര മെമ്മറബിൾ ആയിട്ടുള്ളത് വെച്ചാൽ അങ്ങനെ എഴുതുക. പിന്നെ കൺക്ലൂഷൻ എഴുതുക, ലാസ്റ്റ് കൺക്ലൂഷൻ നമ്മുടെ ഒരു ഒപ്പീനിയന് നമ്മൾ എഴുതാം. അപ്പോൾ ഈ ഒരു ക്യാരക്ടർ സ്കെച്ച് വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് തന്നെ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഒരു ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോൾ
നിങ്ങൾക്ക് ഒരു ഐഡിയ വേണം. അതായത് ഈ ചാപ്റ്ററിലാണ് അയാളുള്ളത്, അതുപോലെ തന്നെ ആ ചാപ്റ്ററിൽ അയാളുടെ കാര്യങ്ങൾ, ഫിസിക്കൽ അപ്പിയറൻസ് അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിക്കണം. ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിച്ചാൽ മാത്രം മതി. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അയാളെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ. ഒരു റോളിൻ്റെ സ്റ്റോറി, ആ സ്റ്റോറിയിൽ അയാളുടെ റോൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. അയാളുടെ ബിഹേവിയർ, അയാളുടെ ഫിസിക്കൽ അപ്പിയറൻസ്, അതുപോലെ തന്നെ അയാളുടെ ഒരു ക്യാരക്ടറിൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ് നമുക്ക് ആ ഒരു സ്റ്റോറി വായിക്കുമ്പോൾ ഒക്കെ കിട്ടും. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളൊരു ക്യാരക്ടർ സ്കെച്ച് ഉണ്ടാക്കുന്നത്. അടുത്ത് പറയണത് അപ്രീസിയേഷനാണ്. ഒരു പോയത്തിന് എങ്ങനെ അപ്രീസിയേഷൻ എഴുതണം. ചിലപ്പോൾ നിങ്ങൾ പഠിച്ച പോയത്തിനെ കുറിച്ചിട്ടായിരിക്കും ചോദിക്കുന്നത്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു പോയമായിരിക്കും, അല്ലെങ്കിൽ പുറമേ നിന്നൊരു പോയമായിരിക്കും. അപ്പോൾ ഏത് പോയം തന്നാലും നമുക്ക് അപ്രീസിയേഷൻ എഴുതാനായിട്ട് പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിന് 3 പാരഗ്രാഫ് അല്ലെങ്കിൽ 4 പാരഗ്രാഫായിട്ട് നിങ്ങൾ അപ്രീസിയേഷൻ എഴുതാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒരു 8 മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ആദ്യത്തെ പാരഗ്രാഫ് പറഞ്ഞിട്ട് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക. ആ ഒരു പാരഗ്രാഫ് ഫസ്റ്റ് എഴുതാം. അതിൽ ഫസ്റ്റത്തെ പാരഗ്രാഫിൽ എഴുതേണ്ടത് ഒരു പോയത്തിൻ്റെ പേരുണ്ടായിരിക്കും. ആ പേര് ആദ്യം എഴുതിയിട്ട് ഈസ് എ വണ്ടർഫുൾ പോയം ബൈ, ആരാണ് ഈ പോയം എഴുതിയെന്നുള്ളത് ആ പോയത്തിൻ്റെ ലാസ്റ്റിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അയാളുടെ പേരും എഴുതാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ദ തീം ഓഫ് ദി പോയം ഈസ് വെൽ എക്സ്പ്രസ്ഡ് ആൻഡ് സപ്പോർട്ടഡ് വിത്ത് അലിട്രേഷൻ, റൈംസ് ആൻഡ് ഇമേജസ്. ദ പോയറ്റ് എക്സ്പ്രസ് ഹിസ് ഓർ ഹെർ തോട്ട്സ് ബ്യൂട്ടിഫുള്ളി യൂസിങ് സിമ്പിൾ വേർഡ്സ്. ഈ ഒരു പാരഗ്രാഫ് മസ്റ്റായിട്ട് നിങ്ങൾ എഴുതി വയ്ക്കണം. ഫസ്റ്റ് പാരഗ്രാഫ് ഇത് എഴുതി വയ്ക്കുക. ഇത് ഞാൻ കൊടുത്ത കാര്യങ്ങൾ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക. ഇത് ആദ്യം എഴുതിയതിന് ശേഷം ബാക്കിയുള്ളത് എഴുതാം. അപ്പോൾ ഈ ഒരു പാരഗ്രാഫ് ഫസ്റ്റ് എഴുതി വയ്ക്കുക. രണ്ടാമത്തെ പാരഗ്രാഫിൽ എഴുതേണ്ടത് അതിൻ്റെ തീമാണ്. നമ്മൾ ആ ഒരു പോയം വായിച്ചു കഴിഞ്ഞാൽ ആ പോയം എന്തിനാണ് പറയണത് നമുക്ക് മനസ്സിലാവും. ചിലപ്പോൾ നാച്ചുറിനെ കുറിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ ലവിനെ കുറിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ വേറെ പല കാര്യങ്ങളെ കുറിച്ചിട്ടായിരിക്കും. അപ്പോൾ ആ ഒരു തീമിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ എഴുതാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ടോൺ. ഈ ഒരു പോയം ഏത് ടോണിലാണ് നോക്കാം. ഹാപ്പി ആണോ, സാഡാണോ, പീസ്ഫുള്ളാണോ, അതോ നമുക്ക് ഇൻസ്പിറേഷൻ തരണതാണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണോ നമ്മൾ നോക്കാം. അത് നമുക്ക് ആ പോയം വായിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ അത് ആ ടോണിനെ കുറിച്ചിട്ട് കുറച്ച് എഴുതാം. കുറച്ച് 4-5 വരിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പോയറ്റിക് ഡിവൈസസുകൾ കണ്ടുപിടിക്കാം. അതായത് ഫിഗർ ഓഫ് സ്പീച്ചസ്, അതിൽ സിമിലി ഉണ്ടായിരിക്കും, മെറ്റഫർ ഉണ്ടായിരിക്കും, അലിട്രേഷൻ ഉണ്ടായിരിക്കും, പേഴ്സോണിഫിക്കേഷൻ ഉണ്ടായിരിക്കും, ഇമേജറി ഉണ്ടായിരിക്കും, റൈം സ്കീംസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ ഇതിൽ സിമിലി പറഞ്ഞിട്ട് ആ ഒരു ലൈൻസൊക്കെ എടുത്ത് എഴുതുക. മെറ്റഫർ ഇതാണ് പറഞ്ഞിട്ട് എടുത്തെഴുതുക. അലിട്രേഷൻ വരുന്നത് ഇതാണ്. പേഴ്സണിഫിക്കേഷൻ, ഇമേജറി, റൈം സ്കീംസ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് ഓരോന്നും അതിൻ്റെ പേര് പറഞ്ഞിട്ട് അതൊക്കെ എടുത്തെഴുതാം. അതിനുശേഷം ഇത് രണ്ടാമത്തെ പാരഗ്രാഫ് എഴുതുക. മൂന്നാമത്തെ പാരഗ്രാഫിൽ ഈ ഒരു പോയം നമുക്ക് തരുന്ന മെസ്സേജ് അല്ലെങ്കിൽ മോറൽ എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. ആ ഒരു പോയം വായിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുമല്ലോ. അതെന്താ വെച്ചാൽ അതെടുത്ത് എഴുതാം. അതൊരു 4-5 അല്ലെങ്കിൽ 4-3 വരിയിൽ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതുക. എന്താണ് നമുക്ക് തരുന്ന ആ ഒരു മെസ്സേജ് എഴുതാം. ലാസ്റ്റിൽ ഒരു കൺക്ലൂഷനാണ്. വൈ ഐ ലൈക്ക് ദിസ് പോയം. എന്തുകൊണ്ട് നമുക്ക് ഈ പോയം ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താ? ചിലപ്പോൾ സിമ്പിൾ ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ടായിരിക്കും. സിമ്പിൾ ലാംഗ്വേജ് യൂസ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് ഈസിലി അണ്ടർസ്റ്റാൻഡ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഇലാബറേറ്റ് ചെയ്തിട്ട് അതിനെ എഴുതി വയ്ക്കാം. അല്ലെങ്കിൽ ബ്യൂട്ടിഫുള്ളാണ്, ഇമേജിനറി വളരെ ബ്യൂട്ടിഫുള്ളാണ്, പിന്നെ മീനിങ് ആയിട്ടുള്ള മെസ്സേജാണ് നമുക്ക് തരുന്നത്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ലാസ്റ്റിൽ എഴുതി വയ്ക്കുക. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പോയം ഇഷ്ടപ്പെടാനുള്ള കാരണം പറഞ്ഞിട്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കാം. പിന്നെ ആ റൈറ്ററിൻ്റെ സ്റ്റൈല് അത് ഭയങ്കര സിമ്പിളായിട്ട് അയാൾ ഭയങ്കര സിമ്പിളായിട്ട് അത് എഴുതിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ കുറച്ച് റൈറ്ററിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ട് ലാസ്റ്റ് നമ്മൾ ആ ഒരു അപ്രീസിയേഷൻ വൈൻഡപ്പ് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് എഴുതാൻ പറ്റുന്ന ഒന്നാണ് അപ്രീസിയേഷൻ. 8 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അടുത്താണ് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ്. ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാറുണ്ട്. ഞാൻ ഒരു 9 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ടുള്ള ഒരു 5-6 എണ്ണം പഠിച്ചിട്ട് പോവുക, അത് എഴുതുക. ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ ആരെയായിട്ട് ഇൻ്റർവ്യൂ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ ഇത് എഴുതി വെച്ചാൽ മതി, മാർക്ക് കിട്ടും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് വൈ ഈസ് യുവർ നെക്സ്റ്റ് പ്രൊജക്റ്റ്, വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് ബുക്ക്, വൈ, ഹൂ ഇൻസ്പയർ യു ദ മോസ്റ്റ് ഇൻ യുവർ ലൈഫ്, വൈ, പിന്നെ വാട്ട് വാസ് യുവർ ഡ്രീം ഇൻ യുവർ ചൈൽഡ്ഹുഡ്, how did you achieve your dreams, what was the turning point in your life, what is the secret behind your success, what was the biggest challenge you faced in your life, what message would you like to give to the coming generation.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ എല്ലാ ഡിസ്കോഴ്സുകളും നിങ്ങൾ പഠിച്ചിട്ട് പോവുക. ഇമെയിൽ, ക്യാരക്ടർ സ്കെച്ച്, ലെറ്റർ, അപ്രീസിയേഷൻ, ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് പോവുക. അതുപോലെ പ്രൊഫൈലിന് പഠിച്ചിട്ട് പോകണം. പ്രൊഫൈലിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്, അതൊക്കെ പഠിച്ചിട്ട് പോവുക. അതൊക്കെ എന്തായാലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ്. ഇത് പഠിച്ച് തന്നെ നിങ്ങൾക്ക് പാസ്സാവാനുള്ള മാർക്ക് ഇത് തന്നെ കിട്ടും. അപ്പോൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.